ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ കഴിഞ്ഞ സൺഡേ ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ദിവസം. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറുമാണ്. സാമ്പാർ കുക്കറിലായി. അപ്പോൾ ഇതെൻ്റെ രാവിലത്തെ ഒരു ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം. രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ ജോലി ചെടികൾക്ക് വെള്ളം ഒഴിക്കലാണ് കേട്ടോ. അതിനൊക്കെ വളമിടുക, വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. കുറച്ച് പച്ചക്കറിയൊക്കെ ടെറസിൽ വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഇവിടെ നിന്ന് എടുക്കാനുണ്ടാവും. അപ്പം അമ്മ പിന്നെ ഇപ്പം ഫുൾ ടൈം ഇതിൻ്റെ പുറകെയാണ്. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇതിന് വളമിടുക, എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുക, കീടങ്ങളൊക്കെ വരുന്നതിനെ എന്തെങ്കിലും വേപ്പെണ്ണ പോലുള്ള മരുന്നൊക്കെ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് അമരപ്പയറാണ് കേട്ടോ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അമരപ്പയർ പിടിച്ചു നിൽക്കുന്നത് കാണുന്നത്. ഇതാ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും പപ്പായയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നെയ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അത് അമ്മ രാവിലെ തന്നെ പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറിയിരിപ്പുണ്ട്. അപ്പോൾ 1 കിലോ നെയ്മീനാണുള്ളത്. അത് കുറച്ച് വലിയ പീസുകളായിരുന്നു. കുറച്ചും കൂടി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിൽ കുറച്ച് നാരങ്ങാനീര് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം എരിവ് കാണത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് അത് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കണം. ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നത് ഈ ലൂസായിട്ടുള്ള അരിയാണ്, പാക്കറ്റിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെള്ളം ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പാക്കറ്റിലുള്ളതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ വേവ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ലൂസായിട്ട് വാങ്ങിക്കുന്ന അരി നമുക്ക് അത്ര അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഊറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈസ് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാണ്, ഒന്ന് വൃത്തിയാക്കി എടുക്കുക.
അപ്പോൾ ചെറിയ സവോള ആയിരുന്നതുകൊണ്ട് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് ചതച്ചാൽ മതി കേട്ടോ, ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അച്ഛൻ എനിക്ക് അവിടെ സവോള അരിഞ്ഞു തരുവാണേ. അപ്പോൾ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചോറ് ആയി കഴിയുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഒരു 3 കഷ്ണം പട്ട, 7-8 ഏലക്ക, ഒരു 10 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം നെയ്യ്, 1-2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ ചേർത്തു. കുറച്ച് മല്ലിയില. ഇനി ഇത് നന്നായിട്ട് വെള്ളം നല്ലതായിട്ട് തിളച്ച് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇന്ന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടോ, കാരണം അമ്മ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യില്ല. അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് വേവണം. കാരണം നമ്മൾ മസാലയിൽ ഇട്ടിട്ട് പിന്നെ ഒത്തിരി വേവിക്കുന്നില്ല. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ മീൻ നന്നായിട്ട് വേവണം. പക്ഷേ അത് ഒരുപാട് മുരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന സമയത്ത് ആ ഫിഷ് നല്ല സോഫ്റ്റായിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എപ്പോഴും. അപ്പോൾ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളിയും മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരി, 4 കപ്പ് അരിയാണ് കേട്ടോ, ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് ഒരല്പം കൂടുതലായിരിക്കണം വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, എന്നാലേ നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇതിനകത്തൊരല്പം നാരങ്ങാനീര് 1-2 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസ് നല്ല വെള്ള കളറിൽ തമ്മിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ കറക്റ്റ് വേവായിരിക്കണം, ഒട്ടും കുഴഞ്ഞു പോകാതെ റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് ഇതുപോലെ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് വറുക്കാനായിട്ട് അമ്മ വട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇതിന് വട്ടി എന്നാണ് കേട്ടോ പറയുന്നത്, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഒത്തിരി നല്ലതാണ്. നമ്മൾ സാധാരണ ഈ സ്റ്റീലിൻ്റെ കണ്ണാപ്പയിലൊക്കെ ഒഴിച്ച് ചെയ്യുന്നേക്കാളും ചോറ് നല്ലതായിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നന്നായിട്ട് വാർന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫിഷിൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ വേറൊരു വലിയ ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ കുറവായിരുന്നതുകൊണ്ട്. ഇനി ഇതിനകത്തേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഇതൊരു 6 സവോള ഉണ്ട് കേട്ടോ, നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം. സവോള നന്നായിട്ട് നിറം മാറി വരണം കേട്ടോ, ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് അതിന് ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ സവോള ഇതുപോലെ നല്ലോണം വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് നേരം കൂടി വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പൊന്ന് മാറണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് സവോള ഇതുപോലെ കുറച്ചും കൂടി നിറം മാറി വരുന്ന സമയത്ത് ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് ഈ തക്കാളി നല്ലോണം വെന്ത് ഈ സവോളയുടെ കൂടെ ചേരണം. തക്കാളി നല്ലതായിട്ട് വെന്ത് ഇതുപോലെ നല്ലൊരു മസാല പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇനി ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് എപ്പോഴും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. എനിക്കെപ്പോഴും ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പം കുറച്ചൊരു ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും
കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചാൽ മതിയേ. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ പിടി മല്ലിയിലയും അത്രയും തന്നെ പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഗ്രേവി വേവിച്ചെടുക്കണം. കാരണം ചിക്കൻ പോലെ അല്ലല്ലോ, ഫിഷിൽ നിന്ന് അങ്ങനെ വെള്ളം വരത്തില്ല. അപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ചിലർ ഇതുപോലെ ഫിഷ് ഗ്രേവിയിലിട്ട് വേവിക്കത്തില്ല. ദം ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൈഡ് ഫിഷ് ഇടയ്ക്ക് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു 5-10 മിനിറ്റ് ഈ ഗ്രേവിയിലിട്ട് ഫിഷ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഇളക്കമൊന്നും വേണ്ട, ജസ്റ്റ് അതിങ്ങനെ മുകളിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് ഗ്രേവിക്ക് ഫിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരണം, ഒരല്പം കൂടെ ഒന്ന് വറ്റണം. അവിടെ എല്ലാവരും കൂടി ഓടിക്കളിക്കുകയാണ് കേട്ടോ, ടാഗ് കളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒത്തിരി അങ്ങ് വറ്റിച്ചിട്ടില്ല. എനിക്ക് ബിരിയാണിയിൽ എപ്പോഴും ഒരല്പം ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല വറ്റിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഇതിനകത്ത് ഞാൻ സവോള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് സിമ്പിളായിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ലെയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരല്പം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി റെഡി. ചോറൊക്കെ നല്ല വെള്ള കളറിൽ പാകത്തിന് വെന്തിട്ടുണ്ട്. മസാല കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ബിരിയാണി നല്ലതായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അമ്മ രാത്രിയിലത്തേക്കുള്ള കടലയൊക്കെ ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് ഡിന്നറിന്. അപ്പം അതിനുള്ള ഗോതമ്പ് പൊടി അമ്മ ഇപ്പോഴേ ഒന്ന് വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പഴം വെച്ച ഏത്തപ്പഴം ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കും. ഞാനിന്നിപ്പോൾ ശർക്കര ചേർത്തിട്ടാണ് വരട്ടാൻ പോകുന്നത്. അപ്പോൾ 2 ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. അതിനകത്തേക്ക് ഒരു ചെറിയ സവോളയും അരിഞ്ഞ് ഇടുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി ഒരല്പം ശർക്കരയ്ക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം. ഇതിപ്പോൾ ഒരു 50 ഗ്രാം വരുമായിരിക്കും. അതിനകത്തേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുകി വന്നു. അച്ഛൻ അവിടെ ചായയൊക്കെ ഇട്ടു. ഒരു പാൻ വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ഒരു 1 ടീസ്പൂൺ നെയ്യ്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും ഒരു 2 നുള്ള് ചെറിയ ജീരകവും കൂടി. നെയ്യിലോട്ട് ആദ്യം ചെറിയ ജീരകം ചേർക്കണമായിരുന്നു, അത് ഞാൻ മറന്നുപോയതാണ്. ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കാം.
സവോള ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. സവോള ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈ ഏത്തപ്പഴവും ഈ നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് മൊരിഞ്ഞ് വരണം അത്. അപ്പോൾ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരല്പം ഏലക്കാപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരല്പം ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ശർക്കരപ്പാനി ഏത്തപ്പഴത്തിലോട്ട് നന്നായിട്ട് പിടിച്ച് വരണം, നല്ല ഡ്രൈ ആവണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പാനിൻ്റെ സൈഡിൽ ഒഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം. ഇത് മുട്ട ഇല്ലാതെയും ചെയ്യാം. മുട്ട ഇല്ലാതെ ആയാലും ഈ ശർക്കരയും ഏത്തക്കയും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ മിക്കവാറും എല്ലാവരും ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പക്ഷെ എനിക്ക് തേങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഈ മുട്ടയുടെ കൂടെ തന്നെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വരട്ടി എടുക്കണം. പിന്നെ ഇതിനകത്ത് ഒട്ടും മുട്ടയുടെ ചുവ കാണത്തില്ല. മുട്ട ചേർക്കുന്നത് ചിലർക്ക് ആ ഒരു ചുവ വരുമെന്ന് സംശയം കാണുമല്ലോ. അങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ്, നമുക്കത് അറിയാനേ പറ്റില്ല. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് ചീര എടുക്കുവാണ്. ഈ ചീരയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ സാധാരണ ചീരയെക്കാളും ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയുന്നത്. ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ചീരയെക്കാളും ടേസ്റ്റിയാണ്. മുട്ടയൊക്കെ ചേർത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാനിത് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് എടുക്കുവാണ്. ഇതും കുറച്ച് സവോളയൊക്കെ ഒന്ന് വേവിച്ചിട്ട് അതിനകത്തോട്ട് മുട്ട ചിക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ കഴിക്കാൻ. ചീര ചേർത്ത് സ്ക്രാമ്പിൾഡ് എഗ്. അപ്പോൾ ഇനി എൻ്റെ എക്സർസൈസ് ടൈമാണ്. പിന്നെ ഡിന്നറിന് ഞങ്ങൾ ഗോതമ്പ് പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിറ്റേന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങും. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.